കൂട്ടുകാരെ നമസ്കാരം. നമ്മൾ ഇന്നലെ വരെയുള്ള മൂഡിലല്ല. എന്നാൽ വൈകുന്നേരത്തോട് കൂടിയിട്ട് SLC പരീക്ഷ നടക്കും ഇന്ന തീയതിയിൽ നിന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 26, 27, 28 എന്നുള്ള തീയതിയാണ് പറഞ്ഞിട്ടുള്ളത്. സ്ഥിതി ശാന്താവുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ കണക്ക്. സ്ഥിതി ശാന്താവട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണക്ക് ക്ലാസ് 2 ദിവസം മുമ്പേ ഉണ്ടായത്. അന്ന് തന്നെ 35 ലക്ഷത്തോളം ആളുകൾ കോവിഡ് ബാധിച്ചു. ഇന്നേക്ക് അത് 38 ലക്ഷത്തോളമായി. ലോകത്തിൽ 2000 ആളുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് രോഗം ബാധിച്ചു. സംഗതി ഗൗരവമാണ്. ഇത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെല്ലാവരും അങ്ങേയറ്റം SLC പരീക്ഷ SLC എഴുതുന്ന കുട്ടികൾക്ക്, +2 എഴുതുന്ന കുട്ടികൾക്കൊക്കെ പരീക്ഷ എന്നുള്ളത് അവർ വീട്ടുകാർക്കൊക്കെ ഒരു വല്ലാത്ത സംഗതിയാണ്. അത് നടക്കണില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ലോകത്തു നിന്നിപ്പോൾ 40 ലക്ഷം ആളുകൾ രോഗത്തെ പിടികൂടി നിൽക്കുമ്പോൾ ആ പിടികൂടിയവരുടെ 7% ആളുകൾ മരിച്ചു. മാത്രമല്ല ഒരു 30-35% ആളുകളെയാണ് റിക്കവർ ചെയ്തിട്ട്. ഇപ്പോഴും 70% ആളുകൾ ചികിത്സയിലാണ്. ആകെ ഒരു ആശ്വാസം നമ്മളെ കേരളത്തിൽ മാത്രം. കേരളത്തിൽ ഇപ്പോൾ 503 ആളുകളുള്ളതിൽ 470ഓളം ആളുകൾ റിക്കവർ ചെയ്ത് വളരെ കുറച്ച് രോഗികൾ മാത്രമാണുള്ളത്. 93% ആളുകളും റിക്കവർ ചെയ്തു. എന്തായാലും SLC പരീക്ഷ നടക്കും 26, 27, 28 എന്നുള്ള തീയതിയിൽ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇനി നീങ്ങണം. 48 ദിവസങ്ങളായിട്ട് നിങ്ങൾ 19-ാം തീയതി പരീക്ഷ എഴുതിയതാണ്. മാർച്ച് 19-ാം തീയതി പരീക്ഷ എഴുതിയതാണ്. 45 ദിവസത്തിലധികമായിട്ട് നിങ്ങൾ ഈ ഒരു ട്രാക്കിലേ ആവില്ല. ഇനി നമ്മളത് ട്രാക്കിലേക്ക് വരണം. കുറച്ച് ദിവസം കൊണ്ട് തന്നെ ട്രാക്കിൽ വന്ന് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. ഇന്ന് പരീക്ഷയെ കുറിച്ചിട്ട് അതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് സംസാരിക്കാം. പഠിപ്പ് എന്നുള്ളത് അങ്ങേയറ്റം ഉദാത്തായ ഒരു സംഗതിയാണ്. ഭാഷാക്കനെ പറയുന്നത് കേട്ടാ, പരീക്ഷ പഠിപ്പ് പോലെയില്ല, പരീക്ഷ ഒരു തട്ടിപ്പാണ്. ഈ പരീക്ഷയ്ക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മളതിൻ്റെ എല്ലാവിധ ട്രിക്കുകളും അറിയുന്നത്, അവരാണ് ഈ A+ കാര്യങ്ങളൊക്കെ നേടിയത്. പരീക്ഷയെ സമീപിക്കാനുള്ള ഒരു ടാറ്റിക്സ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് പരീക്ഷ എന്താണെന്ന് അറിയണം. മർമ്മം നോക്കി അടിക്കണം. അങ്ങനെ പരീക്ഷയെ അടിച്ച് നിലത്തിടാൻ പറ്റിയ ആളുകളാണ് പരീക്ഷയിൽ നന്നായിട്ട് സ്കോർ ചെയ്യും. നമ്മുടെ കണക്ക് പരീക്ഷയെ വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട്. കണക്ക് പരീക്ഷ 80 മാർക്കിൻ്റെ ഒരു പരീക്ഷയാണെന്ന് നമുക്കറിയാം. പക്ഷേ 80 മാർക്കല്ല, 110 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലുണ്ട്. 29 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 21 ക്വസ്റ്റ്യനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതുള്ളൂ. 8 ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷനായിട്ട് കിടക്കുന്നുണ്ട്. ഇതിൽ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ട്. അതിൽ തന്നെ 11 ചാപ്റ്ററിൽ നമുക്കറിയാം. ഇതിൽ ഏറ്റവും കുറവ് സ്കോറുള്ളത് മാത്തമാറ്റിക്കൽ ചാൻസസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. 4 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. സ്റ്റാറ്റിൽ നിന്ന് ഒറ്റ ക്വസ്റ്റ്യൻ വരും 5 മാർക്കിൻ്റെ. പോളിനോമിയലിൽ നിന്ന് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉള്ളൂ, 2 ക്വസ്റ്റ്യൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് 2 ക്വസ്റ്റ്യൻ 7 മാർക്കിൻ്റെ. സോളിഡ്സ് ഖരരൂപങ്ങൾ അതിന് 3 ക്വസ്റ്റ്യനാണ് വരിക, 12 മാർക്ക്. ട്രിഗണോമെട്രി 3 ക്വസ്റ്റ്യൻ വരും, 12 മാർക്ക്. പിന്നെ ജോമെട്രി ആൻഡ് ആൾജിബ്ര, കോർഡിനേറ്റ്സ്, ഇങ്ങനെ 2 ചാപ്റ്ററിലും കൂടി 18 മാർക്കിന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. 5 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അരിത്മാറ്റിക് സീക്വൻസ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്
20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. സർക്കിൾസ് ടാൻജൻസ് അതിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഈ 2 ചാപ്റ്ററിൽ നിന്നാണ്. നമ്മുടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വരണ ഒരു ചാപ്റ്ററാണ്. 7 ക്വസ്റ്റ്യൻ ആണ് അതിന് ചോദിക്കുന്നത്. 26 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കും. ഇതൊക്കെ മാഷിപ്പ് ഒന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ വളരെ കൃത്യമായിട്ട് ഇതൊക്കെ നമുക്ക് അറിയണം. വളരെ കൃത്യമായിട്ട് പരീക്ഷാ ഹാളിൽ നമ്മൾ 3 മണിക്കൂറാണ്. ഉച്ചയ്ക്കാണ് പരീക്ഷ എന്നാ പറഞ്ഞു വെച്ചാൽ 1:30 മണിക്ക് ബെല്ലടിക്കും. 1:30 മണിക്ക് നമ്മൾ പരീക്ഷാ ഹാളിൽ കയറി കഴിഞ്ഞാൽ 4:30 മണി വരെ നമ്മൾ പരീക്ഷാ ഹാളിലാണ്. ഈ 3 മണിക്കൂർ നേരവും 180 മിനിറ്റ് നേരവും ഓരോ മിനിറ്റിലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പരമാവധി കൃത്യപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ എക്സാം ഏറ്റവും നന്നാവുക. അതിൽ ഒന്നാമത് പറയേണ്ടത് ഈ 3 മണിക്കൂർ നമ്മൾ വേർക്കരുത്. ഈ 3 മണിക്കൂർ നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും. അതാണ് ഏറ്റവും പ്രധാനം. എന്തപ്പോ അവിടെ പോയിട്ട് വേർത്തിട്ട് ഒരു പ്രശ്നമില്ലല്ലോ, ഒന്നും വേണ്ട. എപ്പോഴാ വേർക്കുക? ഒരു ക്വസ്റ്റ്യൻ വായിച്ചു. ഒരു ക്വസ്റ്റ്യൻ വായിച്ചപ്പോ അയ്യോ ചെയ്യാൻ പറ്റില്ലല്ലോ, ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. എന്തിനാത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ട അപ്പൊ നമ്മള് മനസ്സിൽ പറയണം ഇങ്ങനെ 8 എണ്ണം വന്നാലും എനിക്ക് എന്താ ഓപ്ഷൻ ഉണ്ടല്ലോ. അങ്ങനെ വളരെ ലാഘവമായിട്ട് നമ്മള് ഇത്തരം കാര്യങ്ങളെ കാണാൻ തയ്യാറായാൽ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു, 4.5 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന പരീക്ഷയാണ്. ആ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായിരിക്കണം. 15 വയസ്സായി കുട്ടികൾ എഴുതുന്നത് എന്ന് കൃത്യമായിട്ട് ഗവൺമെന്റ് നിർദ്ദേശിച്ചു പോയ അവസ്ഥയ്ക്ക് SSLC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ നമ്മളെ വല്ലാതെ മുട്ടിക്കുന്നതാവില്ല. IAS പരീക്ഷ എഴുതാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ഒന്നും ഇടില്ല. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് വല്ലവരും ഇട്ടുണ്ടെങ്കിൽ അറിയാം. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടവർക്ക് ശിക്ഷയ്ക്ക് അടക്കം പെടണ്ടായിട്ടുണ്ട് പണ്ട്. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾക്ക് വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിനെ നേരെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടതെന്ന് ഉറപ്പിച്ചു പോയി കഴിഞ്ഞാൽ ഈ എക്സാം നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കണക്ക് പരീക്ഷ പ്രത്യേകിച്ച് നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും അതൊരു പുതിയ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള നിലയ്ക്ക് കാണുക. ഒരു കാരണവശാലും ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ഇങ്ങനത്തെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ചെയ്താലാ നന്നാവുക, ഇതൊന്നും നിങ്ങൾ ആലോചിക്കരുത്. ഇതൊരു ഫ്രഷ് ക്വസ്റ്റ്യൻ. ആ ഫ്രഷ് ക്വസ്റ്റ്യൻ എന്നുള്ള നിലയ്ക്ക് ആ ക്വസ്റ്റ്യനെ നമ്മൾ അറ്റാക്ക് ചെയ്യുക. നമ്മുടെ കോൺസെപ്റ്റ്, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിവ് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ള ഒരു സമീപനം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. കഴിയുന്നത് നിങ്ങൾ സീരിയൽ നമ്പർ ആ ക്രമത്തിൽ തന്നെ എഴുതുക. ഓപ്റ്റ് ചെയ്യേണ്ടത് കൂൾ ഓഫ് ടൈം എല്ലാവരും ഒരുപോലെയല്ല ഉപയോഗിക്കേണ്ടത്. ഇപ്പോ വളരെ കുറഞ്ഞ മാർക്കിലാണ് ഇപ്പൊ നിൽക്കണേ. എന്റെ മാത്സ് ഇപ്പോ മോഡൽ എക്സാമിനടക്കം ഒരു 30 മാർക്ക് വരെ എത്തിയിട്ടില്ല. കുട്ടികൾക്ക് എന്താ ആഗ്രഹം? എനിക്ക് പരമാവധി കിട്ടണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. എന്നാലും എനിക്ക് എളുപ്പമുള്ള ഒരു 10 ക്വസ്റ്റ്യൻ അതിലുണ്ടാവണേ എന്നാണ് അവർ ആഗ്രഹിക്കുക. അപ്പൊ അവർ കൂൾ ഓഫ് ടൈമിൽ ചെയ്യേണ്ടത് എന്താ? അവർക്ക് എഴുതാൻ പറ്റിയ, ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റിയ 10 ക്വസ്റ്റ്യൻ ഏതാ തിരഞ്ഞെടുക്കണം. 29 ക്വസ്റ്റ്യൻ ഈ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ എല്ലാ ക്വസ്റ്റ്യനും വായിക്കണം എന്നൊന്നും ആരും വായിച്ചു പിടിക്കരുത് കേട്ടാ. എത്തില്ല. മാഷന്റെ ഒരു പ്രാവശ്യം 3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഈ 15 മിനിറ്റ് എത്ര എണ്ണം വായിച്ചെത്തുന്നു. ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് 20 എണ്ണം വായിച്ചെത്തും എത്താൻ പറ്റി. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 16 എണ്ണേ വായിച്ചെത്താൻ പറ്റിയുള്ളൂ. വെറുതെ എന്താ അത് വായിച്ചിട്ട് കാര്യം? നന്നായി വായിക്കണം. എന്താ അത് സാധനം പഠിക്കുക ചെയ്യണം. ആ ചോദ്യത്തിന് പഠിക്കുക ചെയ്യണം. ഞാൻ എഴുതണോ, ഞാൻ എഴുതണ്ടേ, എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമോ എന്ന് ആലോചിക്കേണ്ട വായനയാണ് നടത്തേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും 29 ക്വസ്റ്റ്യൻ വായിക്കണം എന്നുള്ള വാശി ഉണ്ടാവരുത്. ഒരു 15-16 ക്വസ്റ്റ്യനൊക്കെ വായിച്ച് എത്തിയാൽ തന്നെ കേമാണ്. പിന്നെ വായിക്കാം. 1:30 മണിക്ക് ചെന്നോ 1:45 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. 2 മണി വരെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനുള്ള സമയം. 2 മണി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എഴുതാൻ തുടങ്ങണം. പിന്നെ വായിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ കൂൾ ഓഫ് ടൈം നമ്മൾ ഇപ്പൊ നല്ല കുട്ടികൾ, നല്ല സ്കോർ ചെയ്യാൻ പറ്റിയ കുട്ടികളാച്ച് കൂൾ ഓഫ് ടൈം ഉപയോഗിക്കുക എങ്ങനെയാ? അവര് ചിലപ്പോ 2 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ 3 എണ്ണം എഴുതണം. അപ്പൊ തീരുമാനിക്കും ഇതില് ഒരു ഏത് ക്വസ്റ്റ്യനെ ഞാൻ ഒഴിവാക്കണ്ടത്, ഏത് ക്വസ്റ്റ്യൻ ഒഴിവാക്കിയാലേക്ക് നല്ലത്, ഏറ്റവും നല്ല 3 എണ്ണത്തിനെ സെലക്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ ഓരോ കുട്ടികളുടെയും സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ കൂൾ ഓഫ് ടൈമിൽ ഉപയോഗിക്കുക എന്നൊക്കെ ചെയ്യേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തതിൻ്റെ ചില ചാപ്റ്ററിന്റെ പുറമെ ചില ചാപ്റ്ററുകളെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. ഒരു ചാപ്റ്ററിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ മുഴുവൻ കാര്യങ്ങളൊന്നും നമുക്ക് സംസാരിക്കാൻ ഈ സമയത്തിനിടയ്ക്ക് കഴിയില്ല.
ബാലസംഘം ജില്ലാ കമ്മിറ്റിയോട് പറ്റുമെങ്കിൽ ഒരു ക്ലാസ്സും കൂടിയൊക്കെ നടത്താൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നോ രണ്ടോ ക്ലാസ്സുകളൊക്കെ നടത്താൻ പറ്റിയെങ്കിൽ നമുക്ക് കുറെ കൂടി കാര്യങ്ങൾ പറയാൻ പറ്റും. എന്തായാലും ഇന്ന് പറയുന്ന ചില ചാപ്റ്ററുകളെ കുറിച്ച് നിങ്ങൾക്ക് ചില ധാരണകൾ തരാം. ഇന്നിപ്പോ നമ്മൾ ട്രിഗണോമെട്രി ഒരു ചാപ്റ്റർ, ജോമെട്രിയിലെ ഒരു ചാപ്റ്ററാണ്. ട്രിഗണോമെട്രിയിൽ നമുക്ക് 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു 3 മാർക്കിന്റെ, ഒരു 4 മാർക്കിന്റെ, ഒരു 5 മാർക്കിന്റെ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് കേട്ടോ, വെറുതെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ട് ഇല്ലേ? ഇൻസ്ട്രുമെന്റ് ബോക്സിൽ 2 മട്ടത്രികോണങ്ങളുണ്ട്. അതിലെ കൂർത്ത മട്ടത്രികോണത്തിനെ കുറിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. കൂർത്ത മട്ടത്രികോണം കണ്ടോ? കൂർത്ത മട്ടത്രികോണം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ലേ? ഏതാ കൂർത്ത മട്ടത്രികോണം? നിങ്ങളോട് ആരെങ്കിലും അതിനെ പറ്റിയിട്ട് കൂർത്ത മട്ടത്രികോണം എന്ന് പേരിട്ട് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. കൂർത്ത മട്ടത്രികോണം എന്ന് പറഞ്ഞപ്പോഴേക്കന്നെ എല്ലാവരുടെ മനസ്സിലും ഈ മട്ടത്രികോണം വന്നിട്ടുണ്ടാവും. ആരപ്പ ഇതിനെ കൂർത്ത മട്ടത്രികോണം മുമ്പ് പറഞ്ഞിട്ടുള്ളത്? ആരും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ ഇതിന്റെ ആകൃതി കൃത്യമായിട്ട് നിൽക്കൊണ്ടാണ് നമുക്ക് കൂർത്ത മട്ടത്രികോണം ഇതാണ്, ഇതല്ല എന്ന് നമുക്ക് തോന്നിയത്. ഇതിന് കൂർപ്പൊക്കെ ഉണ്ട്, പക്ഷെ കൂർത്തത് ഇതാണ്. അപ്പൊ ഒരു ആകൃതിയെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകൊണ്ടാണ് നമുക്കിതിനെ കൂർത്ത മട്ടത്രികോണം എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ തോന്നിയത്. അപ്പൊ ഈ മട്ടത്രികോണത്തിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് അറിയാം. ഈ മട്ടത്രികോണം ഏതാ മട്ടത്രികോണം ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന എനിക്ക് ധാരണ ഏതാ മട്ടത്രികോണം എന്ന് പറയുക. ഈ മട്ടത്രികോണം ഏതാ? എന്താ ഈ മട്ടത്രികോണത്തിന്റെ കോണുകളുടെ അംശബന്ധം? 1:2:3. ഞാൻ ചോദിക്കട്ടെ, ചിലവരുടെ മനസ്സില് കോണുകളുടെ അംശബന്ധം എന്താ ചോദിച്ചപ്പോ ഇതിന്റെ 1:√3:2 എന്ന് വന്നിട്ടുണ്ടാവൂല? സ്വാഭാവിക വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചത് വശങ്ങളുടെ അംശബന്ധമല്ല, കോണുകളുടെ അംശബന്ധം. 1:2:3 തന്നെയാണ് കോണുകളുടെ അംശബന്ധം. ഏതാ കോണുകള്? ഈ കൂർപ്പുണ്ടാക്കിയത് 30 എന്നുള്ള കോണാ. 30, 60, 90. 30:60:90 കോണുകളുടെ അംശബന്ധം എന്താ ചോദിച്ചാൽ 30:60:90 എന്ന് പറയാം. ഞാൻ എന്നെ ചുരുക്കി 1:2:3 എഴുതിയതാ. അപ്പൊ കോണുകളുടെ അംശബന്ധം 30:60:90. ഇതിന്റെ വശങ്ങളുടെ അംശബന്ധം ഞാൻ ഇങ്ങനെ എന്ന് പറയാട്ടോ. sin 30:sin60:sin90. എനിക്കറിയാം വശങ്ങളുടെ അംശബന്ധം 1:√3:2 എന്നാണ് നമ്മള് പറഞ്ഞു പഠിച്ചിട്ടുള്ളത് അല്ലേ? ഭാഷ ഇപ്പൊ വേറെ സ്റ്റൈലിൽ പറഞ്ഞത് കേട്ടോ. കോണുകളുടെ അംശബന്ധം 30:60:90. വശങ്ങളുടെ അംശബന്ധം sin 30:sin60:sin90. ഇതന്നെയാണ് ഇത് കേട്ടാ. നിങ്ങൾക്ക് ഫോൺ നമ്പർ തന്നിട്ടുണ്ട് ഭാഷ, എന്നൊന്നുകൂടി പറയുകയും ചെയ്യാം. ഇതന്നെയാണ് ഇതെന്ന് ബോധ്യമാവാത്തവര് വിളിക്കുക. ഇതന്നെയാണ് ഇത്. ഇനി നോക്കൂ, മറ്റൊരു മട്ടത്രികോണം. ഇവൻ ഏതാ മട്ടത്രികോണം? ഇവന്റെ കോണുകളുടെ അംശബന്ധം എന്താ? 45:45:90. ഇവന്റെ വശങ്ങളുടെ അംശബന്ധം മാഷ് പറയുന്നു sin 45:45:sin90. ഇനി ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാട്ടോ, 1:1:√2. അതിനേത് ഇതന്നേത് sin 45:sin90 എന്ന് പറഞ്ഞ സാധനം തന്നെയാണ് 1:1:√2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കോട്ടെ, ഞാനൊരു മട്ടത്രികോണം വരയ്ക്കാം. ഇതേതാ മട്ടത്രികോണം എന്ന് മനസ്സിലായി? എന്താ അതിന്റെ കോണുകളുടെ അംശബന്ധം? കോണുകളുടെ അംശബന്ധം ഇതാ. ചുരുക്കി പറയാട്ടോ വേണമെങ്കിൽ 4:5:9. വശങ്ങളുടെ അംശബന്ധം ഈ 2 ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം എന്താ ചോദിച്ചാൽ നിങ്ങൾ വേഗം പറയും. ഈ ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം
1:√3:2. ഈ ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം 1:1:√2. എന്നാൽ ഈ ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം നമ്മൾ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടോ? ബൈഹാർട്ട് ചെയ്തിട്ടില്ല. എല്ലാ ത്രികോണങ്ങളുടെയും വശങ്ങളുടെ അംശബന്ധം എങ്ങനെ ബൈഹാർട്ട് ചെയ്യാം? അസാധ്യമാണ്, ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ പക്ഷെ പറയാം, ഇതിന്റെ കോണുകളുടെ അംശബന്ധം 40:50:90. വശങ്ങളുടെ അംശബന്ധം എന്താ വെച്ചാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, sin 40:sin 50:sin 90. ഇപ്പോ ആംഗിൾ റേഷ്യോ 40:50:90. സൈഡ് റേഷ്യോ sin 40:sin 50:sin 90. ഈ സാധനം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയാണ് വേണ്ടത്. ട്രിഗണോമെട്രിയിലെ എല്ലാ കണക്കുകളും വരുന്നത് ഈ ഓരോ പ്രശ്നങ്ങളെയും നമ്മള് ഇങ്ങനത്തെ ട്രയാങ്കിൾസ് ആയിട്ട് കാണും. ട്രയാങ്കിൾസ് ആക്കിയിട്ട് ചിത്രമാക്കും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഊറ്റി എടുക്കും ആ പ്രശ്നങ്ങളുടെ ആൻസർ. ഇപ്പോ ചില എക്സാമ്പിൾ, ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ട്രിഗണോമെട്രിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ. ഒരു സർക്കിള്, ഇത് സെന്റർ ആണ്, ഇതിന്റെ ഒരു ഡയമീറ്റർ ആണ്, വ്യാസം ആണ്. വേറൊരു കോഡ്, വേറൊരു ഞാണ് വരച്ചിട്ടുണ്ട്, AB. ഇവിടെ ട്രയാങ്കിള് കാണാണ്ട് ഇപ്പോ ABC. AD ഡയമീറ്റർ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കണത്, ഇവിടെ ഇവര് തന്നിരിക്കുകയാണ്, ഇത് 65 ഡിഗ്രി ആണ് തന്നത്. ഈ കോഡ് 9 സെന്റിമീറ്റർ തന്നു. ഇവര് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആംഗിൾ ADB, ഈ ആംഗിളിന്റെ അളവ്. ഒരു ക്വസ്റ്റ്യൻ ആണ് എ പാർട്ട്. എന്താണെങ്കിലും AB ഒരു ഞാണാണ്, ഒരു കോഡാണ്. ആ AB ഈ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ഒരാംഗിളാണ് ACB, വേറൊരു ആംഗിളാണ് ADB. അപ്പൊ എന്താ നിങ്ങൾക്കറിയാം, ഈ ആംഗിളും ഈക്വൽ ആവും. അതുകൊണ്ട് ഇത് 65 ഡിഗ്രി ആണെങ്കിൽ ഇത് 65 ഡിഗ്രിയാണ്. ആൻസർ ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ ADBയുടെ പരിവൃത്ത ആരം എത്ര? ട്രയാങ്കിൾ ADBയുടെ പരിവൃത്തം തന്നെയാണിത് ഈ കാണുന്നത്, സർക്കം സർക്കിൾ. അപ്പൊ ഈ സർക്കിളിന്റെ റേഡിയസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. റേഡിയസ് എത്ര ചോദിച്ചാൽ ഡയമീറ്റർ കിട്ടിയാലും മതി. AD ഡയമീറ്റർ ആണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഇവിടെ AD ഡയമീറ്റർ ആവുകൊണ്ട് നിങ്ങൾക്ക് അറിയാം, ഈ ആംഗിള് റൈറ്റ് ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാംഗിൾ റൈറ്റ് ട്രയാംഗിളായി, മട്ടത്രികോണായി. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഒരു സൈഡ് നമുക്ക് അറിയും എന്നുള്ളത്. രണ്ട് സൈഡ് അറിഞ്ഞു വെച്ചാൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാൻ വെച്ചാൽ പൈതഗോറസ് സിദ്ധാന്തമുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ, ഒരു സൈഡ് അറിയാം, AB മാത്രമേ അറിയൂ. BDയും അറിയില്ല, ADയും അറിയില്ല. അവിടെയാണ് നമ്മുടെ ട്രിഗണോമെട്രി നമ്മുടെ സഹായത്തിന്. മറ്റൊരു പൈതഗോറസ് സിദ്ധാന്തം മതി. ട്രിഗണോമെട്രി സഹായം ഇവിടെ കൂടിയേ പറ്റും. ഇത് എങ്ങനെയാണ് ട്രിഗണോമെട്രി ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇതില് നമുക്ക് ഒരു ആംഗിൾ 90 എന്ന് അറിയും. ഇത് 65 ഡിഗ്രി നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ADയുടെ അളവ് കാണാൻ
ADയുടെ അളവ് കാണാൻ sin 65 എത്ര എന്ന് പറഞ്ഞാൽ മതി. sin 65 അവർ തന്നിട്ടുണ്ട്. sin 65 അവർ പറയാണ് 0.9. 0.9 1 sin 91 ആണ് 0.9. ഇനി നമുക്ക് കാണാം, സുഖമായിട്ട് കാണാം AD എന്താണ്. sin 65 എന്താണ്? AB by AD. ഇതാണ് ഈ സാധനം 0.9. AB എത്രയെന്ന് അറിയും? 9 ആണ്. AB by AD കേട്ടോ, AB by AD. AD എത്രയാണ്? AD ആണ് നമ്മൾ കാണേണ്ടത്. ഈസ് ഈക്വൽ ടു 0.9. അങ്ങനെയാണെങ്കിൽ AD എന്ത് വരും? സോ AD ഈസ് ഈക്വൽ ടു 9 by 0.9. 9 by 0.9. 9 by 0.9 നമുക്ക് 90 by 9 എടുക്കാം. ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 ആവും. ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 90. 90 by 9 എത്ര? 10 സെന്റിമീറ്റർ ആണ് AD വരുന്നത്. എന്ന് വെച്ചാൽ ഇതിന്റെ ഡയമീറ്റർ 10 സെന്റിമീറ്റർ ആണ്. ഡയമീറ്റർ 10 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ റേഡിയസ്. അപ്പൊ ഇവിടെ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ അറിയേണ്ടതുണ്ട്. നമ്മൾ ഇതിന്റെ പ്രോബ്ലം കണ്ടാൽ തോന്നുക സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററിലേതാണ്. പക്ഷെ സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ വിവരവും വേണം, നമുക്ക് ട്രിഗണോമെട്രിയിലെ വിവരവും വേണം. അത് വെച്ച് നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് കിടക്കാൻ പറ്റും. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ട്രിഗണോമെട്രിയിൽ നമുക്ക് വരുന്നത്. ഇതിൽ തന്നെ ഭയങ്കര രസമുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. ഇതില് മറ്റൊരു പ്രോബ്ലം നോക്കുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക്. ഇത് 105 ഡിഗ്രിയാണ് ആംഗിള്. ഇത് 45 ഡിഗ്രിയാണ് ആംഗിള്. ഇത് 5√2 സെന്റിമീറ്റർ ആണ് ഒരു സൈഡ്. ഒരു ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ ഇതിൽ ചോദിച്ചിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഇത് R, ഇത് P, ഇത് Q. ഈ ആറിൽ നിന്ന് ഇതിലേക്കുള്ള ഉന്നതി ആറ്റിറ്റ്യൂഡാണ് ഒരു ക്വസ്റ്റ്യൻ. ഇത് കാണാം. നമുക്കൊരു എസ് എന്ന് പേര് കൊടുക്കുക. RSന്റെ ലെങ്ത് ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ PQന്റെ നീളമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, അത് കഴിഞ്ഞാൽ പറയാം. ഇവിടെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ RSന്റെ നീളം? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് വരച്ചതോട് കൂടിയിട്ട് 2 റൈറ്റ് ട്രയാങ്കിൾസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആദ്യത്തെ ട്രയാങ്കിൾ PQR റൈറ്റ് ട്രയാങ്കിൾ അല്ല. റൈറ്റ് ട്രയാങ്കിൾ ആവണം എന്നുണ്ടെങ്കിൽ അതിലൊരു റൈറ്റ് ആംഗിൾ ഉണ്ടാവണം. ഇതിൽ റൈറ്റ് ആംഗിൾ ഇല്ല. പക്ഷെ ഈ ഹൈറ്റ്, ഇത് ഹൈറ്റ് ആണ്. ഇതിൽ ഈ സെഗ്മെന്റ് വന്നതോട് കൂടിയിട്ട്, ഈ വര വരച്ചതോട് കൂടിയിട്ട് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ. അങ്ങനെ വരുമ്പോ ഈ റൈറ്റ് ട്രയാങ്കിളില് ഇത് 90 ഡിഗ്രിയാണ്, ഇത് 45 ആണ്. അപ്പൊ ഇത് 45 ഡിഗ്രിയാണ്. ഒരു റൈറ്റ് ട്രയാങ്കിളിനെ നമ്മൾ കണ്ടു. ഏത് റൈറ്റ് ട്രയാങ്കിളിനെ നമ്മൾ കണ്ടത്? നമ്മൾ കണ്ട റൈറ്റ് ട്രയാങ്കിൾ ഇതാണ്. ഇതേതാ? നമ്മുടെ ഇൻഫോ ബോക്സിൽ. കുട്ടികളെ, ഇതാണെന്ന് ഇങ്ങോട്ട് ബോധ്യം വന്നാൽ അപ്പൊ ഇൻഫോ ബോക്സ് തുറക്കുക, ഈ സാധനത്തിനെ കൊണ്ട് എടുക്കുക, ഇതിനെങ്ങനെ മുമ്പിൽ വെക്കുക. എടാ, നന്നെ പറ്റിയിട്ടുള്ള കണക്കല്ലേ, ഇതിനോട് സംസാരിക്കണം കേട്ടോ ഇടയ്ക്കൊക്കെ. നന്നെ പറ്റിയിട്ടായി കണക്കല്ലേ. എന്താ ഇവനാരാ? ഇവൻ റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഏതായാലും റൈറ്റ് ട്രയാങ്കിൾ ഇവൻ ഐസോസ്ലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. സമപാർശ്വമട്ട ത്രികോണം. സമപാർശ്വമട്ട ത്രികോണം പറഞ്ഞാൽ അതിന്റെ എല്ലാറ്റിനും ഷേപ്പ് ഇതാവും. ഒരു സമചതുരത്തിനെ നേരെ കോണിൽ അങ്ങോട്ട് പൊട്ടിച്ചാൽ ഇങ്ങനത്തെ ഒരു ഷേപ്പിലേക്കാ വരും. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ 2 എണ്ണം ഉണ്ടെങ്കിൽ നമ്മളൊരു പ്രത്യേക രീതിയിൽ ചേർത്ത് വെച്ചാൽ ഒരു സ്ക്വയർ ആവും, ഒരു സമചതുരാവും. അപ്പൊ ഇവനാണ് ഇവൻ.
ഇത് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഈ സൈഡും ഒരേ നീളമായിരിക്കും. ഈ സൈഡ് 5√2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 5 ആവും, ഇത് 5 ആവും. 1:1 ഇപ്പൊ നമുക്ക് സുഖമായിട്ട് RS എത്രയെന്ന് കിട്ടി. RS കിട്ടിയോട് കൂടിയിട്ട് PS എത്രയെന്ന് കിട്ടി, PS കിട്ടി. ഇനി നമുക്ക് വെറുതെ ആംഗിൾ വെച്ച് നോക്കുമ്പോഴ് ഇത് 45. അപ്പൊ ഇത് ബാക്കിയുള്ളതാണ്. 45 കഴിഞ്ഞാൽ ബാക്കി 105 എത്ര വരും? 60 ഡിഗ്രിയാണ്. കണ്ടോ രസം? കണക്ക് രസമായി. 60 ഡിഗ്രി വന്നോട് കൂടിയിട്ട് ഉറപ്പായി. ഇതാണ് അവൻ, നമ്മുടെ മൂത്തോൻ. ഇതാണ് ഇത്. അപ്പൊ ഇതെടുത്തോളാ. ഇത് നമ്മുടെ കയ്യിലേക്ക് ഇൻസ്ട്രോ ബോക്സിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ഇവനെ എങ്ങനെ നോക്കി കണക്ക് ചെയ്യും. അപ്പൊ എന്ത് രസമായി കണക്ക് ചെയ്യല്. ഇവനെ നോക്കി കണക്ക് ചെയ്യുമ്പോ എന്താ, ഇത് അപ്പൊ 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിക്ക് എതിരെ 5. 30 ഡിഗ്രിക്ക് എതിരെ 5 എന്ന് പറയുമ്പോ 60 ഡിഗ്രിക്ക് എതിരെ 5√3. 1:√3:2. ഇത് 10 ആവൂട്ടാ. കിട്ടിയില്ലേ? PQന്റെ നീളമാണ് പിന്നെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ നീളം ആദ്യം ചോദിച്ചു, PQന്റെ നീളം ചോദിച്ചു. ഇവിടെ വരെ 5, ഇവിടെ വരെ 5√3. അപ്പൊ 5 + 5√3 സെന്റിമീറ്റർ ആണ് PQന്റെ നീളം. അതുമായി ഇനി എന്താ ക്വസ്റ്റ്യൻ അറിയോ? ഇനിയാണ് രസമുള്ളൊരു ക്വസ്റ്റ്യൻ. ചിലപ്പോ നമ്മൾ കുടുങ്ങും. എങ്ങനത്തെ കുടുങ്ങുക അറിയോ? ഒരു കണക്ക് ചെയ്യുമ്പോ മുമ്പ് ഏതോ ഒരു കണക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇങ്ങനത്തെ കണക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടോ നമുക്ക് ആലോചിച്ച് ചെയ്യണവര് കുടുങ്ങും. അല്ലാതെ കുടുങ്ങില്ല. ഇവിടെ വളരെ കൃത്യമായിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? കോണുകളുടെ അംശബന്ധം 2:3:7 ആയ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം എത്ര? കോണുകളുടെ അംശബന്ധം 2:3:7. ഏതപ്പാ മട്ടത്രികോണം? അല്ലെങ്കിൽ ഏതാ ത്രികോണം? മട്ടത്രികോണം ആയിക്കോളൊന്നുമില്ല. മട്ടത്രികോണം പറഞ്ഞിട്ടില്ല. കോണുകളുടെ അംശബന്ധം ഇതാണ്. അപ്പോഴാണ് നന്നായി നോക്കണ കുട്ടിക്ക് മനസ്സിലാവുക ഇവര് ഈ പറഞ്ഞിരിക്കണത് നമ്മുടെ PQR എന്നുള്ള ആ ത്രികോണത്തിനെ കുറിച്ചിട്ടാണ്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവണം. കാരണം PQRല് ഒരു കോണ് 30, ഈ കോണ് 45, ഈ കോണ് 105. നോക്കി നോക്കൂ. 30:45:105 എന്നുള്ളതിനെ ചുരുക്കിയ 2:3:7 എന്ന് കിട്ടും. ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യണം. നമ്മൾ പറഞ്ഞു ഈ 110 മാർക്ക് ക്വസ്റ്റ്യന്റെ ഒരു 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വിഷമുള്ളതാവും. വിഷമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുട്ടിക്കും. ആ മുട്ടിക്കണേന് പെട്ട ഒരു സാധനമാണത്. 2:3:7 കോണുകളുടെ അംശബന്ധമുള്ള ത്രികോണം എന്നുള്ളത് അത് തന്നെയാണ് എന്ന് കത്തിയില് വെച്ചാൽ നമുക്ക് ഈ കണക്ക് ചെയ്യാൻ അത് സാരില്ല. ഒരു 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ വിഷമുള്ളത് വന്നാൽ എന്താ? 110 മാർക്കില് ബാക്കി എത്ര മാർക്കുണ്ട്? ബാക്കി 95 മാർക്കില്ലേ? അങ്ങനെ നമ്മൾ സമാധാനിക്കുക. നമുക്ക് ആകെ വേണ്ടത് 70 മാർക്കല്ലേ. ഈ 95 മാർക്കിൽ എന്നാലും 25 മാർക്ക് അധികമുണ്ട്. ഈ 70 മാർക്കേ നമുക്ക് കിട്ടേണ്ടതുള്ളൂ. ഈ 70 മാർക്ക് കിട്ടിയാൽ നമുക്ക് A+ ആവും. A+ ആണല്ലോ ഇപ്പോ ആനക്കുട്ടി. അത് കിട്ടില്ലേ വേണ്ടു നമുക്ക്. അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ ബേജാറാവുകയോ വേണ്ട. ഏതെങ്കിലും ഒരു പാർട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാൻ കിട്ടിയില്ല വെച്ചാൽ കോട്ടയെന്ന് പറയാം. അത് വേണമെങ്കിൽ ഉത്തര പേപ്പറിൽ എഴുതിയേക്കും ചെയ്യാം. എഴുതിയേക്കണ്ട, ഞാൻ കൂടെ നോക്കിയൊക്കെ കിട്ടുന്നില്ല. അതൊന്നും എഴുതിക്കപ്പോ ഉണ്ടാ. ഞാൻ തമാശ പറയാം, അതൊരു വിഷയാണ്. അപ്പൊ ഇവിടെ കിട്ടി നമുക്ക് വെച്ചാൽ 30, 45, 105 കിട്ടിയാൽ നമുക്ക് വേഗം ഉത്തരം എഴുതാം. 2:3:7 ആണെങ്കിൽ നമുക്ക് വളരെ സുഖമായിട്ട് ഇതിന്റെ അംശബന്ധം എഴുതാം. 5√2 എല്ലാം കിട്ടിയല്ലോ. 10:5 + 5√3 3 വശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ അംശം. ഇതൊരു വശം, ഇതൊരു വശം, ഇതൊരു വശം, വലിയ വശം. ഇങ്ങനെ നമ്മള് ഈ കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നോക്കിക്കോളൂ, ട്രിഗണോമെട്രിയില് കണക്ക് ചെയ്യുമ്പോൾ
ഈ വക കണക്കുകളൊക്കെ രസമുള്ള കണക്കുകളുണ്ട് കിട്ടാ. ഭയങ്കര രസമായിട്ട് കളിക്കുകയല്ലേ. കണക്ക് കിട്ടിയതിനെ ചിത്രാക്കിയാണ്ടല്ലോ നമുക്ക് വേഗം വേഗം ഉത്തരങ്ങൾ കിട്ടും. ഇതാ ഒരു കണക്ക് കണ്ടിട്ടുണ്ട്. SLC പരീക്ഷയ്ക്ക് തന്നെ ഏതോ കൊല്ലം വന്നൊരു കണക്കാക്കാം. ഒരു കുട്ടി ഒരു പോടോക്കത്ത് നിൽക്കുകയാണ്. പോടോക്കത്ത് നിന്നിട്ട് എന്താ മൂപ്പര് ചെയ്യണത്? മൂപ്പര് അപ്പുറത്തുള്ള അക്കലുള്ള ഒരു മരത്തിന്റെ മുകളിലേക്ക് നോക്കുകയാണ്. ഇത് പറഞ്ഞപ്പോ തന്നെ നമുക്ക് ഓർമ്മ വരാം, കേട്ടാ ആ മരം നല്ല ഉയരണ്ടാവില്ല. ഈ പുഴയുടെ വക്കത്ത് നിന്നിട്ട് അപ്പുറത്തെ മരം നോക്കാൻ ഇങ്ങനെയൊക്കെ നോക്കണം. സാധാരണ രീതിയിൽ ലെവലില കാണുക. അപ്പൊ നമുക്ക് അവിടെ തന്നെ നമ്മൾ ഈ കണക്ക് വായിക്കുമ്പോ തന്നെ പിറുപിറുത്തിട്ട് ഇങ്ങനെ വായിക്കണം കേട്ടോ. എന്നാ ചോദ്യം നേരെ മനസ്സിലാവും. ഈ കുട്ടി എന്താ ചെയ്യണേ? പോടക്കിറക്കണു, അക്കരക്കണ ഒരു മരം ഇങ്ങനെ നോക്കിക്കോളൂ. അല്ല മാവട്ടയാണോ, മാങ്ങ പഴുത്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കവും വെള്ളർക്കവും. ഇങ്ങനെയൊക്കെ കണക്ക് വായിച്ചിട്ടെങ്കിൽ കണക്ക് ചെയ്തോളൂ. നോക്കണത് ആ കുട്ടി എങ്ങനെ 60 ഡിഗ്രി മേൽക്കോണില്ല. 60 ഡിഗ്രി മേൽക്കോണിൽ നോക്കുന്നുണ്ട്. 60 ഡിഗ്രി മേൽക്കോണിൽ നോക്കുക പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേരെ നോക്കിക്കാൻ പറ്റൂ കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് കഴുത്ത് വേനിക്കും. അപ്പൊ ആ കുട്ടി ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയെ കഴുത്ത് വേനിച്ചു തോണു. കുറച്ച് കഴിഞ്ഞപ്പോ ആ കുട്ടി എന്ത് ചെയ്തു? കുറച്ച് പിന്നാക്കം പോയി. അവിടെ വക്കത്താദ്യം നിന്നിരുന്ന് കുറച്ച് പിന്നാക്കം പോയിട്ട് അതേപോലെ അതിന്റെ മുകളിൽ തന്നെ നോക്കുക. ഓട്ടം പറ്റില്ല. ചിലപ്പോ ആ മരത്തിന്റെ മുകളിൽ നല്ല ഭംഗിയുള്ള പക്ഷി. അപ്പൊ നോക്കി ഇത് പിന്നാക്കം പോകൊണ്ട് തന്നെ പഴയ പോലെ കഴുത്തിന് വിഷമം ഉണ്ടായിട്ടില്ല. 30 ഡിഗ്രി മേൽക്കോണില്ല നോക്കണം. 30 ഡിഗ്രി മേൽക്കോണില്ല. ഈ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യം പറഞ്ഞിട്ട് എന്താ ചോദിക്കണത് അറിയോ? ആ മരത്തിന്റെ മുകളിൽ എന്താന്നല്ല ചോദ്യം. ആ മരത്തിന് എത്ര ഉയരം ഉണ്ടാകുന്ന ചോദ്യം. കേട്ടതില്ലേ? ആ പുഴയ്ക്ക് എന്ത് വീതി ഉണ്ടാകുന്ന ചോദ്യം. പക്ഷെ ആ ചോദ്യം കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഒരു കുട്ടി ഇങ്ങനെ പുഴ അക്കരെ എന്നിട്ട് നോക്കുക, ഇങ്ങനെയൊക്കെ കറയണം, എന്നിട്ട് ഇതിന്റെ വീതിയൊക്കെ കാണാൻ പറയണം. ഈ സാധനത്തിന് നമ്മൾ ഏറ്റവും നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ പറ്റുന്ന കുട്ടിക്ക് വേഗം ഉത്തരം കിട്ടും. എന്ന് നമ്മൾ ചെയ്യണേ, ആദ്യം നമ്മളൊരു മരമൊക്കെ വേണം. മരം വേണം ആദ്യം ഭൂമി വേണം. ഒരു ഭൂമി പോലെ ഒരു വര വരച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു മരം വരയ്ക്കുക. ഒരു മരം തവളക്കണു. ഇതെവിടെ? പുഴ അക്കരയാണ്. അപ്പൊ പുഴ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പുഴ ഉണ്ട്. ഈ പുഴയുടെ ഇക്കരെ ആരാളത്? ഒരു കുട്ടിയുണ്ട്. ഇതാരാ? മരം. ഇതെന്താപ്പോ? പുഴ. ഒരക്ഷരായിക്കോട്ടെ. AB പുഴ, BC മരം. കുട്ടിന്റെ മുകളിലേക്ക് നോക്കണു. 60 ഡിഗ്രി മേൽക്കോണിൽ നോക്കണു. 60 ഡിഗ്രി മേൽക്കോണിൽ നോക്കണു. ഇൻസ്ട്രുമെന്റ് ബോക്സ് നമ്മുടെ കൂർത്ത മട്ടത്തിൽ കൊണ്ട് അടുക്കൂട്ടാ. ആസ്വദിച്ച് കളക്ട് ചെയ്താൽ ഇവനാണവൻ. കണ്ടോ? ഇതന്നെയാണത്. 60 ഡിഗ്രിയാണ് സാധനം. 60 ഡിഗ്രി നോക്കണു. ഇത് 30 ഡിഗ്രിയാണ്. മരത്തിന്റെ മോളിലേക്ക് കുട്ടി നോക്കണു. ഇതാണ് ആദ്യത്തെ ഭാഗം. ഈ ചിത്രത്തിന്റെ ആദ്യത്തെ ഭാഗം വരണത്. ഇനി കുട്ടി എന്ത് ചെയ്തു? കുട്ടി കുറെ ഇങ്ങോട്ട് പിന്നാക്കം മാറിയിട്ട് കുറെ ദൂരം ഇങ്ങോട്ട് പിന്നാക്കം വന്നിട്ട് വീണ്ടും മരത്തിന്റെ മുകളിലേക്ക് നോക്കുകയാണ്. അപ്പൊ നോക്കി ഇത് 30 ഡിഗ്രിയിലാണ്. 30 ഡിഗ്രിയിലാണ് നോക്കി. ദൂരം ഇങ്ങോട്ട് പിന്നാക്കം വന്നല്ലോ. ആ പിന്നാക്കം വന്നത് 40 മീറ്റർ ആണ്. ഇപ്പൊ കുട്ടി നിൽക്കണത് D എന്നുള്ള സ്ഥലത്താണ്. അപ്പൊ ഈ കുട്ടി ഇതിന്റെ മുകളിലേക്ക് നോക്കണു. 30 ഡിഗ്രി മേൽക്കോണിലാണ് നോക്കണം. നമ്മുടെ ചിത്രം ഇത് വൃത്തിയായിട്ട് വരയ്ക്കണോട് കൂടിയിട്ട് നമുക്ക് ഉത്തരം കിട്ടും. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? പുഴ വീതി കാണണം, മരത്തിന്റെ ഉയരം കാണണം. ഇനി പുഴയും മരമൊക്കെ നമ്മൾ കുറച്ചു നേരം മറക്കും. ഇനിയിപ്പോ നമ്മുടെ മുന്നിൽ എന്താ ഉള്ളത്? 2 ത്രികോണങ്ങൾ കണ്ടു. ആദ്യത്തെ ത്രികോണം കണ്ടു. അതേതാ ത്രികോണം? ഇതാണ്. രണ്ടാമത് ഇപ്പൊ ഒരു ത്രികോണം ഉണ്ടായി കേട്ടോ. രണ്ടാമത് കുട്ടി ഇവിടെ നിൽക്കുമ്പോഴും ഒരു ത്രികോണം ഉണ്ടായി. അത് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ഇതേ ത്രികോണമാണ്. ആദ്യം ഈ ത്രികോണം ഇങ്ങനെയാണ് നിന്നിരുന്നത്, നീച്ചിക്ക്. രണ്ടാമത്തെ ത്രികോണത്തില് ആ ത്രികോണം തന്നെയാണ് കാണുന്നത്. ആ ത്രികോണം കാല് നീട്ടിയിരിക്കുക. ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കാല് നീട്ടിയിരിക്കുക. ആദ്യത്തെ നീച്ചിക്ക. ആ മാറ്റേ ഉള്ളൂ. അതേ ത്രികോണം. ഈ ത്രികോണത്തിലെ വശങ്ങൾ തമ്മിലുള്ള ബന്ധം നമുക്കറിയും. ഏറ്റവും ചെറിയ വശം എന്താണ്? ഏറ്റവും ചെറിയ വശം 1 ച്ചാൽ
ഏറ്റവും വലിയ വശം 2 ആണ്. ഇതിന്റെ ഇരട്ടിയാണ്. ഇൻഷോബോക്സ് എടുത്ത് നോക്കിക്കോളിൻ, നിങ്ങൾ ഈ മടത്തറോട് എടുത്ത് നോക്കിക്കോളിൻ. ഇതിന്റെ നീളം എത്രയെന്ന് അളന്നു നോക്കിക്കോളിൻ. ഇതിന്റെ നീളം ഒരു 7.5 സെന്റിമീറ്റർ ഉള്ള വെച്ചാൽ ഇതിന്റെ നീളം 15 സെന്റിമീറ്ററോ, നേരെ ഇരട്ടിയോ. ചില എല്ലാ ഇൻസ്റ്റോ ബോക്സും ഒരേ കമ്പനി ഒന്നും ആവില്ല. പല കമ്പനിയുടെ ബോക്സ് ഇതിന്റെ വലിപ്പം മാറ്റം ഉണ്ടാവും. ഇതിൽ 6 സെന്റിമീറ്റർ നീളം ചോദിച്ചാൽ 12 ഉണ്ടാവും. എന്തായാലും എല്ലാറ്റിന്റെ ആകൃതി ഒരുപോലെയും ഈ ചെറുതിന്റെ ഇരട്ടിയോ. ആ ബന്ധം വെച്ചിട്ടാണ് നമ്മൾ ഈ കണക്ക് ചെയ്യണത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യത്തെ മട്ടത്രികോണം ഇത് ABC, രണ്ടാമത്തെ മട്ടത്രികോണം ഏതാ DBC. ഇതിൽ രണ്ടിലും BC ഉണ്ട്. BC രണ്ടിലും അത് നമ്മുടെ മരാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാച്ചാൽ തൽക്കാലം ഈ പുഴയ്ക്ക് X വേണമെങ്കിൽ കൊടുക്കാം. ഇനി അതിനെ രസമുണ്ട്, ഈ കണക്ക് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് വന്നു കൂട്ടാം. ഇത് 60 ഡിഗ്രി വെച്ചാൽ ഇത് 120 ഡിഗ്രിയാണ്. ഒരു വരയെങ്കിലും കോണുകള് 180 ഡിഗ്രിയോ ലീനിയർ പെയറാണ്. അതുകൊണ്ട് നമുക്ക് ഇത് 180 ആണ് എന്നുള്ളത് അറിയും. ഇത് 120 ആയാൽ ഇത് 30 ആണെങ്കിൽ ഇത് 30 ആവും. അപ്പൊ ഇത് ഐസോസിലസ് ആയി. ഈ ട്രയാങ്കിള് ഐസോസിലസ് ട്രയാങ്കിൾ ആയി. ഈ നീളവും ഒപ്പമായിരിക്കും. ഏകദേശം ചിത്രം വരച്ചതാ, അതുകൊണ്ടാണ് നീളം ഒപ്പമല്ലാതെ വരുന്നത്. ഈ നീളവും AD എന്നുള്ള നീളവും AC എന്നുള്ള നീളവും ഒപ്പാണ്. ഈ ആംഗിൾ 30 ആണ്. AD 40 ആച്ചതുകൊണ്ട് ഇത് 40 ആവും. വളരെ എളുപ്പം കിട്ടി കണ്ടോ. ഇത് 40 ആവും. ഇത് 40 ആവണോട് കൂടിയിട്ട് ഈ റൈറ്റ് ട്രയാങ്കിൾ നോക്കി നോക്കൂ. ഇതിന്റെ ഹൈപ്പോട്ടനീസ് കാരണം 40, വലിയ വശം 40, അപ്പൊ ചെറിയ വശം 20. ചെറിയ വശം 20 പറഞ്ഞാൽ പുഴയ്ക്ക് വീതി 20. ചെറിയ വശം പുഴയുള്ളോ, AB എന്ന് പറഞ്ഞ പുഴയുള്ളോ. അതുകൊണ്ട് ഈ പുഴയുടെ വീതി 20 മീറ്റർ നമുക്കിപ്പോ കിട്ടി. ഇനി മരത്തിന്റെ ഉയരം ഇതേ ബന്ധം വെച്ച് ഇത് 20 മീറ്റർ ആച്ചാൽ ഇത് 20√3 മീറ്റർ ആണ്. ആ ബന്ധം നമുക്ക് അറിയാം. ഇത് അപ്പൊ പുഴയേക്കാളും ഉയരാ മരത്തിന്, പുഴയുടെ വീതിയേക്കാളും ഉയരാ മരത്തിന്. ഈ കണക്കൊക്കെ ചെയ്യുമ്പോ അതൊക്കെ ആലോചിക്കുന്നത് നല്ലതാട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ വെറുതെ ആലോചിക്കാത്ത പുഴയുടെ വക്കത്താ ഈ മരം നിൽക്കണത് കേട്ടോ. അത് ഇങ്ങോട്ട് പൊട്ടി ഇങ്ങോട്ട് വീടാൻ പുഴയ്ക്കൊരു പരാവും. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ മരം പുഴയുടെ വക്കത്ത്? എനിക്കറിയില്ല. പക്ഷെ എന്തായാലും കണക്ക് ചെയ്ത ആളിപ്പോ അങ്ങനെയാണ്. കണ്ടാത്തോടെ പുഴയ്ക്ക് വീതി വളരെ കുറവ്, മരം നല്ല ഉയരം. അതൊക്കെ ചില തമാശകൾ, കണക്കിന്റെ ചില തമാശകളാണ് പറഞ്ഞത്. എന്തായാലും പുഴയുടെ വീതി 20 മീറ്ററും മരത്തിന്റെ ഉയരം 20√3 മീറ്ററുമാണ്. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇതേ കണക്കിൽ തന്നെ വേണമെങ്കിൽ വേറൊരു തരത്തിൽ ചോദിക്കലുണ്ട്. എന്താ ചോദിക്കല്? ഇവിടെ ഇതേ കണക്ക് തന്നെ പറഞ്ഞേക്കാം. ഇവിടെ പുഴയുണ്ട്, ഒരു പുഴയുണ്ട്. ആ പുഴയുടെ പക്കത്തൊരു മരമുണ്ട്. ആ മരത്തിന്റെ ഈ പുഴയുടെ ഇക്കരെ, ഇതാണ് പുഴ AB. ഇക്കരെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് 1.5 മീറ്റർ ഉയരണ്ട്. അപ്പൊ നേരത്തെ കുട്ടിക്ക് ഉയരമില്ല, ഈ കുട്ടിക്ക് ഉയരം വന്നു. ഉയരമില്ല വെച്ചാൽ ഒന്നും ചെയ്യണ്ട, നമ്മൾ ഇവിടുന്ന് വരച്ചാൽ മതി. കുട്ടിക്ക് ഉയരമൊക്കെ ഉണ്ടാവും, ഉയരം അവർ പറഞ്ഞില്ല. ഇപ്പൊ ഇതാ ഉയരം പറയും, 1.5 മീറ്റർ ഉയരമുണ്ട്. അപ്പൊ നമ്മുടെ ഫിഗർ മാറും. ഈ കുട്ടി ഈ മരത്തിന്റെ മുകളിലേക്ക് നോക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ച് കണ്ണോണ്ടല്ലേ നോക്കുക. കണ്ണ് നമ്മളെ ഏറ്റവും വീതിയല്ലേ. അപ്പൊ കുട്ടിയുടെ തലയുടെ അവിടുന്നാണ് നമ്മുടെ ഈ നോട്ടം പോണ്ടത്. 60 ഡിഗ്രിയിൽ നോക്കും. ചിത്രം ഒന്ന് മാറി കണ്ടോ? 1.5 മീറ്റർ ഇവിടെ കുട്ടിയെ വരച്ചു. ഈ കുട്ടിയാണ് കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ച് കൂടി ഇങ്ങോട്ട് പിന്നാക്കം വന്ന് ഒരു 40 മീറ്റർ ദൂരത്തേക്ക് വന്ന് കുട്ടി ഇവിടെ വന്നിപ്പോഴും ഇപ്പോ 1.5 മീറ്റർ വരെയാണ്. ആ കുട്ടി മരത്തിന്റെ മുകളിലേക്ക് നോക്കണു. ഇത് നേരെ നോക്കുക കേട്ടോ. നേരെ നോക്കിയാൽ എന്താ മരത്തിന്റെ മുകളിൽ കാണില്ല. പിന്നെ ഒന്ന് ഉയരത്തിലേക്ക് നോക്കി. ഇതാണ് ഉയരത്തിലേക്ക് നോക്കുക. അത് 30 മീറ്റർ.
നേരത്തെ കണക്കുന്ന മാറ്റം ഇതിലെന്താ? കുട്ടിക്ക് ഉയരം വന്നു. കുട്ടിക്ക് ഉയരം വന്നു എന്നുള്ളത് മാത്രം മാറ്റം. അപ്പൊ ഇത് 40 മീറ്റർ വരും. ഇനി നമുക്ക് ഇത് 30 ഡിഗ്രി നേരത്തെ പറഞ്ഞ പോലെ ഒക്കെ ചെയ്യാം. ഇത് 120 ആണ്, ഇത് 30 ഡിഗ്രിയാണ്. അങ്ങനെ വരുമ്പോഴ് ഇത് 40, ഇത് 40 മീറ്റർ തന്നെയാണ്. നേരത്തെ പറഞ്ഞ അതേപോലെ ഇത് 40 മീറ്റർ ആണെങ്കിൽ ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് 20 മീറ്റർ ആവും. പുഴയുടെ വീതി 20 മീറ്റർ തന്നെയാവും. പുഴയുടെ വീതിക്ക് മാറ്റമില്ല. എന്നാ നോക്കിക്കോളൂട്ടാ, മാറ്റമുണ്ട് കേട്ടോ. മരത്തിന് നേരത്തെ പറഞ്ഞു ഇവിടെ നിങ്ങള് ഇത് BC ആണ് വരച്ചാൽ ഇതിപ്പോ ഡി പൊസിഷൻ, ഇവിടെ ഈ CE എന്ന നീളം മാത്രം 20√3 വരും. ആ നീളം മാത്രം 20√3 വരും. പിന്നെ ഈ 1.5 മീറ്റർ കൂടി കൂടും. അപ്പൊ മരത്തിന് നേരത്തെ മരത്തിനേക്കാളും ഉയരം വരും. 20√3 പ്ലസ് 1.5 മീറ്റർ ഉയരം. പുഴയ്ക്ക് വീതിക്ക് മാറ്റമൊന്നും വരില്ല. അപ്പൊ കുട്ടി ആളുണ്ടെങ്കിൽ നമ്മള് ഫിഗർ ഇങ്ങനെയായിട്ട് വരും. ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. എന്നാൽ ഈ കണക്കുകൾ ട്രിഗണോമെട്രിയിൽ ഇങ്ങനത്തെ കണക്കുകളാണ് നിങ്ങൾക്ക് കൂടുതൽ വരിക. ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, ഇതേ കണക്കിൽ തന്നെ ഈ 30, 60, 90 ആംഗിൾ വരണമെന്നില്ല. 30, 60, 90 ആംഗിൾ വരണമെന്നില്ല. എന്നാ നമുക്ക് പെട്ടെന്ന് കണക്ക് ചെയ്യാം. ചില സമയത്ത് 40 ഡിഗ്രി എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രാക്കറ്റില് tan 40 എത്ര, sin 40 എത്ര, cos 40 എത്ര എന്നുള്ള അളവുകളൊക്കെ നിങ്ങൾക്ക് തരും. അങ്ങനെ തരുമ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ കണക്ക് ചെയ്യാൻ പറ്റും ചെയ്യും. ട്രിഗണോമെട്രിയില് 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഒന്ന് ശ്രദ്ധയോട് കൂടിയിട്ട് ആ പേപ്പറിലേക്ക് പോയി കഴിഞ്ഞാൽ ആ 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് പരമാവധി സ്കോർ ചെയ്യാം എന്നുള്ളതാണ് തോന്നുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രിയിൽ പോലെ തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനില് രണ്ടാം കൃതി സമവാക്യങ്ങളിലെ കണക്ക് ചെയ്യുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു സംഗതി, എന്തിനാ ഈ സമവാക്യം എന്തിനാ? മനസ്സിൽ നമ്മൾ കണക്ക് കൂട്ടാൻ കിട്ടാത്തപ്പോൾ അതിന് സമവാക്യം ഉണ്ടാക്കി നമ്മൾ കണക്കി. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സംഖ്യ ഉണ്ട്, ഞാൻ അതിൻ്റെ കൂടെ 2 കൂട്ടി, അത് 10 ആയി. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള സംഖ്യ ഏതാ കണ്ടുപിടിക്കാൻ സമവാക്യമൊന്നും വേണ്ട. എൻ്റെ മനസ്സിലുള്ള സംഖ്യ ഉണ്ട്, ഞാൻ അതുകൂടെ 2 കൂട്ടി, അത് 10 ആയി. ഏതാ സംഖ്യ എന്ന് മനസ്സിലായാലോ? 8 എന്ന് പറയാൻ എന്തിനാ സമവാക്യം? ചില പൊട്ടന്മാർ അതിന് സമവാക്യം ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമവാക്യം എന്നുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൽ കണക്കൂട്ടാൻ കിട്ടാത്തപ്പോൾ മാത്രമാണ് നമ്മൾ സമവാക്യം ഉപയോഗിക്കുക. അത് എപ്പോഴും നമ്മൾ ഉണ്ടാവണം. രണ്ടാം കൃതി സമവാക്യം ആയിട്ട് ബന്ധപ്പെട്ട ചില കണക്കാവും. ചിലപ്പോൾ നമുക്ക് സമവാക്യം ആവശ്യം ഉണ്ടാവില്ല, ആവശ്യമില്ലാത്ത ഉപയോഗിക്കരുത്. ഒരു കണക്ക് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് SLC പരീക്ഷയുടെ ബന്ധമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു കണക്കാണ്. എന്താ കണക്ക്? 2 നമ്പേഴ്സ് ഉണ്ട്. ഇത് രണ്ടും 8ന്റെ മൾട്ടിപ്പിൾസാണ്. 8ന്റെ ഗുണിതങ്ങളാണ്. ഈ 2 8ന്റെ ഗുണിതങ്ങളും കോൺസിക്യൂട്ടീവാണ്, അടുത്തടുത്തുള്ള 2 8ന്റെ ഗുണിതങ്ങളെ പറ്റിയാ പറയണത്. ആ 2 സംഖ്യകളും തമ്മിൽ ഗുണിച്ചപ്പോഴേ 768 എന്ന ഉത്തരവും കിട്ടി. എന്നാ ഏതാ സംഖ്യകളെന്നാ? ആ സംഖ്യകളെ പറ്റി പറഞ്ഞ എന്തൊക്കെയാ? 2ഉം 8ന്റെ ഗുണിതങ്ങളാണ്, അടുത്തടുത്താണ്, ഗുണനഫലം 768. നോക്കാം. ഈ ചെയ്യുമ്പോ നമുക്ക് 2 8ന്റെ ഗുണിതങ്ങളാണ്.
മാഷി കണക്ക് ചെയ്യണ ഒരു സ്റ്റൈല് പറഞ്ഞുതരാം. 768 ആ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോ കിട്ടിയത്. ഇത് രണ്ടും 8ന്റെ ഗുണിതങ്ങളാന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ നോക്കി 768 വെറുതെ 8 കൊണ്ട് ഹരിച്ചു നോക്കി. 768 8 കൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടുക? 9 72 48 68 48 8 96. ഇതിന്റെ അർത്ഥം എന്താ? 8 × 96 എന്നുള്ളത് 768. ഇവിടെ പ്രത്യേകത, ഇതും 8ന്റെ ഗുണിതാണ്, ഇതും 8ന്റെ ഗുണിതാണ്. 12 × 8 96. പക്ഷെ എന്താ പ്രശ്നം? ഗുണിച്ച് കിട്ടിയത് 768 വിളിച്ചു. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് അടുത്തടുക്കാൻ 8ന്റെ അടുത്തുള്ള 8ന്റെ ഗുണിതം 16. 96ന്റെ അടുത്തുള്ള 8ന്റെ ഗുണിതം ഒന്നുകിൽ 88 ഇല്ലെങ്കിൽ 104. പക്ഷേ അതിന് പറഞ്ഞ പ്രത്യേകത യോജിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്തു? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? വേറൊരു സാധനം എടുത്തു. ഈ 8ന് എപ്പോഴും 96 2 കിട് എടുത്തു. 96 പറഞ്ഞാൽ 2 × 48. അത് ഈ 8ന്റെ കൂടെ ചേർത്തിട്ട് ഇത് 16, ഇത് 48 വന്നു. അതും 768. അപ്പൊ ശരിയായോ? അടുത്തടുത്തായോ? 8ന്റെ ഗുണിതങ്ങളാണോ? അല്ല. അപ്പൊ ഒന്നുകൂടി ഈ ഇതൊന്ന് ഒരു 2 കൂടി ഇപ്പുറത്തേക്ക് എടുത്തിട്ട് ഇത് 32 ഇതില് ഒരു 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 24. 768 എന്ന് എഴുതി. അപ്പോഴും 768 തന്നെയാ. 32 24. ആ അടുത്തടുത്താണ്. 32ന്റെ അടുത്താണ്. ഇത് 8ന്റെ ഗുണിതം, ഇത് 8ന്റെ ഗുണിതം. ഇത് 8ന്റെ മൂന്നാമത്തെ ഗുണിതം 24. ഇത് 8ന്റെ നാലാമത്തെ ഗുണിതം 4 × 32. ഉത്തരായി. ഏതോ സംഖ്യകള് 24 32. മാർക്ക് എത്ര എഴുതിയോ? 4. അപ്പൊ എന്തിനാണ് ഇതിന്റെ സമവാക്യം? വളരെ കൃത്യമായിട്ട് നമ്മുടെ ആലോചനയില് നമ്മൾ ഇത് കണ്ടുപിടിക്കണം. ഇത് മാത്രമാണ് ആൻസർ വരൂ. 24 32 എന്നല്ലാത്ത വേറൊരു ആൻസറും തന്നെയില്ല. 2 8ന്റെ ഗുണിതങ്ങളാണ് അടുത്തടുത്ത്. പക്ഷേ പലപ്പോഴും ഇതിന് സമവാക്യം ഉണ്ടാക്കിയിട്ട് കുട്ടികള് കണക്ക് ചെയ്യണ്ട. അതിപ്പൊരു രാജ്യദ്രോഹം ഒന്നുമല്ല കേട്ടോ. ഇനിയിപ്പോ അങ്ങനെ സമവാക്യം ഉണ്ടാക്കി കണക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനത്തെ എന്താ ചെയ്യണ? ഒരു 8ന്റെ ഗുണിതം 8n എടുക്കും. രണ്ടാമത്തെ അതിന് തൊട്ടടുത്ത 8ന്റെ ഗുണിതം 8n + 8 അല്ലെങ്കിൽ 8n - 8 ഏതെടുത്താലും വേണ്ടി 8. ഇത് രണ്ടെണ്ണമാണ് ആ സംഖ്യകളെന്ന് അസ്യൂം ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യും? 8n × 8n + 8 എന്നെഴുതി അത് 768. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 64n² + 64n = ഒരു രണ്ടാം കൃതി സമവാക്യം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അതിന് നമുക്ക് ഇതിൽ n കണ്ടുപിടിക്കണം. നമുക്ക് ആ സംഖ്യകളെ ഏതാന്ന് കിട്ടും. അതിന് പരമാവധി ഇത് ചുരുക്കി കൊണ്ടുവരിക. ഇപ്പോ എങ്ങനെ വെച്ച് ചുരുക്കിക്കോളൂ കേട്ടോ. 32n² + 32n ഇതെത്ര വരും? 384. 2 കൊണ്ടാണ് ചുരുക്കിയത് കേട്ടോ. ഇനി ചുരുക്കാം. 16n² + 16n 192. ഇനി ചുരുക്കാലോ 8n² + 8n ഇതിന്റെ പകുതി 96. അയ്യോ, ഇനി ചുരുക്കാം. ഇനി 8 കൊണ്ടൊക്കെ ചുരുക്കാൻ വേണമെങ്കിൽ n² + n = 12. കണ്ടോ? ആ സംഗതി വളരെ ചെറിയ ഒരു സമവാക്യമായിട്ട് നമുക്ക് കിട്ടി. n² + n = 12. ഇനി ഈ സാധനത്തിനെ നമ്മൾ
സോൾവ് ചെയ്യും. ഈ സാധനത്തിനെ നമ്മൾ സോൾവ് ചെയ്യും. ഇത് സോൾവ് ചെയ്യാൻ നമ്മളൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് സോൾവ് ചെയ്യാൻ n സ്ക്വയർ പ്ലസ് n ഈസ് ഈക്വൽ ടു 12 എന്ന് പറഞ്ഞാൽ -12 ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്യേണ്ട. ഇതിന് n കാണും. ഇതിന്റെ n-ന് രണ്ട് വാല്യൂ നമുക്കറിയും. ഒന്ന് -b പ്ലസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബൈ 2. പിന്നൊന്ന് -b മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. ഈ സാധനത്തിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം a 1 b 1 c -12 ആണ്. അങ്ങനെ വരുമ്പോൾ ac -12 ആവും. 4ac -48 ആവും. b സ്ക്വയർ 1 ആവും. b സ്ക്വയർ 1 ആവും. അങ്ങനെ വരുമ്പോൾ b സ്ക്വയർ മൈനസ് 4ac എത്ര വരും? 1 മൈനസ് 48 എന്ന് വരും. 1 പ്ലസ് 48 എന്ന് വരും. 49 b സ്ക്വയർ മൈനസ് 4ac. അപ്പൊ മൈനസ് b 1 മൈനസ് b -1 പ്ലസ് റൂട്ട് 49 പ്ലസ് 7 ബൈ 2a. a 1 ആണ് ബൈ 2. മറ്റേത് -1 -7 ബൈ 2. ഇതെത്ര വരും? 6 ബൈ 2 3. ഇത് -8 എന്നൊക്കെ വരും. ബൈ 2 -4. ഇത് വേണ്ട. -4 എന്തിനാണ്? 8ന്റെ മൾട്ടിപ്പിൾസിനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ. നെഗറ്റീവ് നമ്പർ ഒന്നും വരില്ല. 8ന്റെ മൾട്ടിപ്പിൾസ് 8, 16, 24 ആണ്. അതുകൊണ്ട് ഈ സാധനം വേണ്ട. ഇത് മാത്രം മതി. n എത്ര? 3. ഏതൊക്കെയായിരുന്നു നമ്മൾ നമ്പർ എടുത്തത്? 80n-ഉം 80n പ്ലസ് 8. n 3 ആവുമ്പോ 80n 24, 80n പ്ലസ് 8 32. കിട്ടിയല്ലോ. 24 32 തന്നെ കിട്ടി. നേരത്തെ നമുക്ക് കിട്ടിയതാ. നേരത്തെ എത്ര വേഗം കിട്ടി. ആ കിട്ടിയൊരു പോയിട്ട് ഉണയിച്ചിട്ട് കടന്നുറങ്ങി. നമ്മളിപ്പോഴും ഈ സൂത്രവാക്യം വേണ്ടെന്നല്ല മാഷ് പറയണത്. നമുക്ക് വളരെ പ്രയാസം നമ്മുടെ മനസ്സിൽ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല വെച്ചാൽ നമ്മൾ നിശ്ചയമായിട്ട് സൂത്രവാക്യം ഉപയോഗിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടി എടുക്കാനുള്ള കഴിവുണ്ടാവും. മറ്റൊരു ഇതിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു കണക്കുകളില്ല. ഒരു കമ്പിയുടെ നീളം 56 സെന്റിമീറ്റർ ആണ്. വലിയൊരു കമ്പി 56 സെന്റിമീറ്റർ. ഇത് വളച്ച് ഒരു ചതുരം ഉണ്ടാക്കും. ചതുരത്തിന്റെ നീളവും വീതിയും കൂട്ടിയാൽ എന്ത് കിട്ടും? ഈ ചതുരത്തിന്റെ വികർണം 20 സെന്റിമീറ്റർ. നീളം വീതി ഇവ എത്രയാവും? ഇതാണ് ചോദ്യം. എന്താ ചെയ്യാതെ കാര്യം മനസ്സിലായിട്ടോ? ഒരു കമ്പി 56 സെന്റിമീറ്റർ നീളമുള്ള ഒരു കമ്പി. ഇതിനെ വളച്ചു കൂട്ടിയിട്ട് ഈ ഷേപ്പിലേക്ക് മാറ്റുകയാണ്. ഈ കൂട്ടത്തില് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുക. നമ്മൾ ഈ കണക്ക് ചെയ്യുമ്പോ നമ്മുടെ ഒരു രീതിയുണ്ട്. ഉത്തരപേപ്പറിന്റെ അരികു കൊണ്ടുപോയിട്ട് ചിത്രം വരയ്ക്കും. അങ്ങനെ അരികു കൊണ്ടുപോയിട്ട് ചിത്രം വരയ്ക്കണ്ട. നേരെ ഇതിപ്പോ ഒരു 15ാമത്തെ കണക്കാണെങ്കിൽ നേരെ സെന്ററിൽ തന്നെ ആ ചിത്രം വരച്ചോളൂ. ഇതിനത് അരികു കൊണ്ടുപോയിട്ട് വരയ്ക്കണേ. അരികു കൊണ്ടുപോയിട്ട് വരയ്ക്കുന്ന ശീലം നമുക്ക് എങ്ങനെ ഉണ്ടായി? ടെക്സ്റ്റ് ബുക്കിൽ അരികിലാ ചിത്രം. ടെക്സ്റ്റ് ബുക്കിൽ അരികിൽ ചിത്രം വയ്ക്കാൻ എന്താ കാരണം? അതാ പ്രിന്റിങ്ങിന്റെ ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മുടെ ആൻസർ ഷീറ്റില് ഒക്കെ ചിത്രങ്ങളെല്ലാം നമുക്കിങ്ങനെ നേരെ കാണുന്ന രീതിയിൽ തന്നെ വരയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. അതേപോലെ ഒപ്പം ഞാൻ പറയുകയാണ്, നിങ്ങൾ റഫ് വർക്കിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ആൻസർ ഷീറ്റ് സാധാരണ രീതിയിൽ നമ്മുടെ ആൻസർ ഷീറ്റിന് നമ്മളൊരു മാർജിൻ ഉണ്ടാവും. പിന്നെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടാവും.
ഇങ്ങനെയൊക്കെ ആക്കി മാറ്റുമ്പോ എല്ലാ പേജുകളും ഒരേ ലേഔട്ട് ആവാൻ നോക്കണം. എന്താ ലേഔട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ പേജിലും മാർജിൻ ഒരേ വീതി, എല്ലാ പേജിലും നമ്മൾ റഫ് വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്ഥലം മാറ്റി വെക്കണത് ഒരേ വീതി. ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഉത്തര പേപ്പർ കാണാൻ ഭംഗിയുണ്ടോ? പിന്നെ വേറെ കുഴപ്പം, ഈ റഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ചിലപ്പോ നമുക്ക് ഒരു 12നെ 15 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാനോ. അത് നമ്മള് ഇവിടെയൊക്കെ ഏത് വൃത്തിയിലാണ് നല്ല വൃത്തിയിൽ എഴുതിയിട്ടുണ്ടാവും, അവിടെ എഴുതുമ്പോ അത് കറവറാന്ന് എഴുതും. ചെയ്യരുത്. ഇവിടെ ഏത് വൃത്തിയിലാണോ നമ്മൾ എഴുതിയിട്ടുള്ളത് വെച്ചാൽ അതേ വൃത്തിയിൽ ഇവിടെ എഴുതണം. ഇല്ലെങ്കിൽ നമ്മുടെ പേപ്പർ ഭംഗി ഉണ്ടാവും. ഇതിപ്പോ ഏതോ ഒരാൾ നോക്കില്ലേ നമ്മുടെ പേപ്പർ, നമ്മളെ അറിയോ ഒരിക്കൽ അറിയില്ല. അപ്പൊ നമ്മുടെ പേപ്പർ ഇങ്ങോട്ട് കണ്ടാൽ തന്നെ കേമായിട്ടുണ്ടല്ലോ, നല്ല വൃത്തിയിൽ നിങ്ങൾ എഴുതണം. റഫ് വർക്കും അതേ വൃത്തിയിലാണ്. ചിത്രമൊക്കെ എങ്ങനെ വരച്ചോളൂ. ഈ കമ്പി വളച്ചിട്ട് ചതുരണ്ടാക്കി. അങ്ങനെ ആകുമ്പോ ഈ ചതുരത്തിന്റെ നീളവും വീതിയും കൂടി കൂട്ടി എന്താ കിട്ടുക? ആകെ 56 കമ്പി ഇട്ടോ. ഇങ്ങനെ ഇവിടെ നിന്ന് വളയ്ക്കും, ഇവിടെ നിന്ന് വളയ്ക്കും, ഇവിടെ നിന്ന് വളയ്ക്കും, 3 വളയ്ക്കലും വളയ്ക്കണം. മലയാളി ചതുരം ഉണ്ടാവും. ഇത് മൊത്തം 56 വെച്ചാൽ ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഇതാണ്, വീതി എന്ന് പറയുന്നത് ഇതാണ്. നീളവും വീതിയും കൂടി കൂട്ടിയാൽ 28 സെന്റിമീറ്റർ കിട്ടുക ഉറപ്പാ. കാരണം ഇതിന് 2 നീളം 2 വീതി ഉണ്ട്. ഇത് തൂണി കൂട്ടിയാൽ 28, ഇത് തൂണി കൂട്ടിയാൽ 28. ആകെ കമ്പി 56 28. ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നത്തെ ക്വസ്റ്റ്യൻ, ഈ ചതുരത്തിന്റെ വികർണം, അതല്ലേ വികർണം, ഇത് 20 സെന്റിമീറ്റർ ആണ്. ഇന്ന് അതിന്റെ നീളം എത്ര, വീതി എത്ര? ഇവിടെ നമുക്ക് ഇതിന്റെ നീളവും വീതിയും കണക്കാക്കാൻ വേണ്ടിയിട്ട് ഏത് സൂത്രത്തെ ഉപയോഗിക്കാം. ഇനി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വേണമെങ്കിൽ ഇക്വേഷൻ ഉപയോഗിക്കാം. മാഷൊക്കെ കണക്ക് ചെയ്യണ ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കേണ്ട എനിക്ക് തോന്നുന്നില്ല. കാരണം വെറുതെ ഒരു രസത്തിന് ഒന്ന് ഞാൻ പറയാം, നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു മട്ടത്രികോണം ഞാൻ കാണിച്ചു തരാം. 3, 4, 5. ഇത് മട്ടത്രികോണം അറിയാത്ത ഒരു ലോകത്തായിരുന്നു. ഈ ഒരു അളവ് നമ്മുടെ വൈകാട്ട 3, 4, 5. എന്താ മട്ടത്രികോണത്തിന്റെ അളവിന്റെ പ്രത്യേകത? ചെറിയ വശങ്ങളുടെ സ്ക്വയറുകൾ, ചെറിയ സൈഡ്. ഇതിന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, രണ്ടും കൂടി കൂട്ടിയ എത്ര? 25. വലിയ സൈഡ് 5, 5ന്റെ സ്ക്വയർ എത്ര? 25. ചെറുതിന്റെ രണ്ടിനും കൂടി സ്ക്വയർ കൂട്ടിയാൽ വലുതിന്റെ സ്ക്വയർ കിട്ടും. മട്ടത്രികോണാണ്. അപ്പോ ഈ കണക്ക് ചെയ്യുമ്പോൾ 20. ഇത് 20 എന്ന് പറഞ്ഞാൽ ഈ 5ന്റെ 4 മടങ്ങാണ് 20. 5 20 അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെയാണ് 4 മടങ്ങാക്കിയാൽ മതി. 3, 4, 12, 4, 4, 16 ആയി. ചതുരത്തിന്റെ നീളം വീതിയായി. 16 നീളം, 12 വീതി. 16, 12 കൂട്ടിയാൽ 28. ഉണ്ടോ? ഇങ്ങനെയൊക്കെ എളുപ്പത്തിൽ കണക്ക് ചെയ്യും കേട്ടോ. ഇങ്ങനെയൊക്കെ എളുപ്പത്തിൽ കണക്ക് ചെയ്താൽ എന്താണ്, നമ്മൾ കണക്ക് ചെയ്യലും എളുപ്പമായി. ഈ ഉത്തര പേപ്പർ നോക്കണ ആള് ഇത് കലക്കിയല്ലോ, ഇത് നല്ല രീതിയിലാണല്ലോ ചെയ്തോളത്, അത്രയൊന്നും ബുദ്ധിമുട്ടാതെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കണക്ക് ചെയ്തുല്ലോ എന്നാണ് തോന്നുന്നത്. സൂത്രവാക്യം ഉപയോഗിച്ച് കണക്ക് ചെയ്യാം. പക്ഷെ പല കണക്കുകൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന കണക്കുകൾ ഉണ്ട്. ഇതിൽ തന്നെ ഈ 2ാം ഗതി സമവാക്യത്തിന്റെ കണക്കുകൾ പറയുമ്പോൾ തന്നെ, പക്ഷെ അതും കൂടി പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുക. 2ാം ഗതി സമവാക്യങ്ങളുടെ കൂടെ വരുന്ന ഒരു സാധനമാണ് ബഹുപദങ്ങൾ, പോളിനോമിയൽ. കുട്ടികൾ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് ബഹുപദങ്ങൾ. ഭയങ്കര പ്രശ്നമാണ്. ബഹുപദങ്ങൾ ഭയങ്കര പ്രശ്നം തന്നെയാണ്. എന്തുകൊണ്ടാണ് പ്രശ്നമായത്? ബഹുപദങ്ങൾ എന്ന് പറയുമ്പോ നമുക്ക് നമ്മളായിട്ട് അങ്ങോട്ട് യോജിച്ചു പോവാൻ നല്ല പ്രയാസം. എന്താ പ്രയാസം? പ്രധാന പ്രയാസം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ചെറിയൊരു കാര്യം പറയുക. ഇതൊരു സംഖ്യയാണ്. അംഗീകരിക്കോ? ഇത് സംഖ്യയാണ്. ഏതാ സംഖ്യ എന്ന് പറയുന്നത്? x² + 6x ഒരു സംഖ്യയാണ്. ഒരു സാമാന്യ ബോധത്തിൽ ആരും പറയില്ല എന്താ ഭാഷ വട്ടുണ്ടോ ഇത്. ഇതാണ് പ്രശ്നം. നമുക്ക് ഇതൊരു സംഖ്യയാണ് എന്ന് തോന്നണം. അമ്മാണ് ബഹുപദം നമുക്ക് എടുത്തോളാം. നമുക്കറിയാം ഇത് സംഖ്യയാണെന്ന് പറയാൻ നമുക്ക് ഒരു പ്രയാസമില്ല. 7 ഒരു സംഖ്യയാണ്, 10 ഒരു സംഖ്യയാണ്,
24 ഒരു സംഖ്യയാണ്, ഇതൊക്കെ സംഖ്യകളാണ്. പക്ഷെ ഇത് സംഖ്യയാണെന്ന് പറയാൻ നമുക്ക് പ്രയാസം. പക്ഷെ ഇത് സംഖ്യയായി വരിക കേട്ടോ. ഞാൻ വെറുതെ നിങ്ങളോട് പറയാ, ഇതിലെ എക്സ് എന്ന് പറയണത് ഒന്നാണ് എന്ന് പറയും. ഞാൻ നിങ്ങളോട് പറയാ, ഇതിലെ എക്സ് എന്ന് പറയണത് ഒന്നാണ്. ആണോ? അപ്പൊ നമുക്ക് വളരെ എളുപ്പമായി. ഓ സർ, അപ്പോ ഇത് എക്സ് സ്ക്വയർ ഒന്നാവും. എക്സ് ഒന്നാച്ച എക്സ് സ്ക്വയർ ഒന്നാവും. ഇതോ ആറാവും. എക്സ് ഒന്നാച്ചത് ആറാവും. അപ്പൊ 1 6 7 7 ഒരു സംഖ്യയാണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് ആർ എക്സ് ഒരു സംഖ്യ. എക്സ് ഒന്നായിപ്പോ ഇത് 7 അപ്പൊ ഒരു സംഖ്യ. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, ഇത് എക്സ് ഒരു 2 പറയും. അപ്പോഴെന്താ നോക്കിയ, ഇത് 4 ഇതോ 12 അപ്പൊ 4 12 16 അപ്പൊ സംഖ്യ നമ്മൾ അംഗീകരിച്ചു, സംഖ്യയാണ്. ഇനി നോക്കൂ, എക്സ് ഒരു 3 അപ്പൊ ഇതൊരു എക്സ് സ്ക്വയർ 9 ഇത് 18 അപ്പൊ 9 27 27 സംഖ്യയാണ്. എക്സ് ഒരു 4 ആയാലോ? അപ്പൊ ഇത് 4ന്റെ സ്ക്വയർ 16 ഇത് 6 24 സം 40 40 ഒരു സംഖ്യയാണ്. അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 6x ഒരു സംഖ്യയാണ് എന്ന് പറയുമ്പോ നമുക്കൊരു വിഷമുണ്ട്. പക്ഷേ 7 16 27 40 ഒക്കെ സംഖ്യയാണെന്ന് പറയുമ്പോൾ നമുക്ക് വിഷമമില്ല. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ നിങ്ങളോട് പറയണത് 7 16 27 40 ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഖ്യയാണ് എക്സ് സ്ക്വയർ പ്ലസ് ആർ എക്സ്. ഇവരൊക്കെ തുണക്കാരാണ്. എന്താ ഇവര് യോജിപ്പത്? എന്താ? ഞാൻ ഇവരെ പറ്റി പറയാ. ഇതിപ്പിലേക്ക് നോക്കണ്ട, ഈ 4 എണ്ണത്തിലേക്ക് നോക്കിക്കോളൂ. ഈ 4 എണ്ണത്തിലേക്ക് നോക്കിയിട്ട് ഞാൻ പറയാണ് വെറുതെ. നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ യോജിക്കുക. ഈ 4 ഇവരെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. ആണോ? ഞാൻ നുണയെ പറഞ്ഞല്ലേ? ഇതിലെങ്കിലും എല്ലാവരും ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പക്ഷേ ഇതും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇവയ്ക്ക് എല്ലാവർക്കും പറ്റിയ വല്ല പ്രത്യേകത ഉണ്ടോ? ഇയാൾക്കും ഉണ്ടാവണം, ഇയാൾക്കും ഉണ്ടാവണം, ഇയാൾക്കും ഉണ്ടാവണം, ഇയാൾക്കും ഉണ്ടാവണം. അങ്ങനെയുള്ള പ്രത്യേകത ഉണ്ടോ? നല്ല നോക്കിയാൽ കാണാൻ പറ്റിയ ഒരു പ്രത്യേകത, ഒരു ചന്തമുള്ള പ്രത്യേകത ഞങ്ങളോട് പറയാം. ഈ 4 സംഖ്യ കൂടെ 9 കൂട്ടി നോക്കി. എന്നാലും പ്രത്യേകത, ഇത് കൂടി 9 കൂട്ടുക, ഇത് കൂടി 9 കൂട്ടുക, ഇത് കൂടി 9 കൂട്ടുക, ഇത് കൂടി 9 കൂട്ടുക. 4 എണ്ണത്തിൽ കൂടി 9 കൂട്ടി. എന്താ സംഭവിച്ചേ? 7 9 16 16 9 25 27 9 36 40 9 49. ആഹാ, കൂട്ടിപ്പോ എന്തായത്? ഇത് 16 ഇത് 25 ഇത് 36 ഇത് 49. എന്താണ്ടായി? 16 25 36 49 എല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയി. നോക്കൂ, എല്ലാറ്റും കൂടി 9 കൂട്ടി. 9 കൂട്ടിയാൽ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയി. അങ്ങനെ വെച്ചാ അതിന്റെ തുണക്കാരനല്ലേ വരും എക്സ് സ്ക്വയർ പ്ലസ് 6x. എക്സ് സ്ക്വയർ പ്ലസ് 6xന്റെ കൂടെ 9 കൂട്ടിയാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവും. പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയി. എന്താ പെർഫെക്റ്റ് സ്ക്വയർ? എക്സ് പ്ലസ് 3 ദി ഹോൾ സ്ക്വയർ ആണ്. എക്സ് പ്ലസ് 3 ദി ഹോൾ സ്ക്വയർ ആണ് കേട്ടോ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എക്സ് സ്ക്വയർ പ്ലസ് 6x സെക്കൻഡ് ഡിഗ്രിയിലെ. ഇത് ഒരു കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യല്? നമ്മള് എത്ര കൂട്ടല്? ഈ കോഎഫിഷ്യന്റ് നിന്റെ ഗുണകത്തിന്റെ പകുതി 3 അതിന്റെ സ്ക്വയർ 9 കൂട്ടിയാൽ ആവും. ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സംഗതികൾ വരുന്നത്. നമ്മുടെ ക്ലാസ് എന്താ ഫസ്റ്റ് 1 മണിക്കൂറായി, നമുക്ക് അവസാനിപ്പിക്കാനായി. കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പക്ഷെ പറഞ്ഞു, വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ പറയുന്നത്. സ്പീഡിൽ കാര്യങ്ങൾ പറയുമ്പോഴും എന്താ, ഇന്നലെ ഞാനൊരു കമന്റ് ശ്രദ്ധിച്ചു. ഫിസിക്സ് ക്ലാസ് നടക്കുമ്പോൾ മാഷ് പറഞ്ഞിരുന്നു നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. അപ്പൊ ആരോ തമാശക്ക് എഴുതിയതാവും, ഏതോ ഒരു കുട്ടി എഴുതിയ പോലേക്ക് തോന്നി.
ടെക്സ്റ്റ് ബുക്ക് വായിക്കപ്പോൾ ഞങ്ങളോട് പറയണത് അതിലുള്ളത് എന്താന്ന് മാഷുകൾ പറഞ്ഞെന്താ പോരെ. ഇന്നലെ എഴുതി, ഇന്നലെ ആരൊരാൾ എഴുതിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഗതികളൊക്കെ ഉണ്ടാവും, അതൊക്കെ രസമാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അങ്ങനെ പറയരുത്. നിങ്ങൾ വളരെ സ്പീഡിലാണെന്ന് നമ്മൾ ചില അധ്യായങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോയത്. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വായിക്കണം എന്ന് പറഞ്ഞത്, ടെക്സ്റ്റ് ബുക്ക് നല്ല പുസ്തകമാണ്. കണക്ക് പുസ്തകം ഇപ്പോൾ ഇറങ്ങണ പുസ്തകങ്ങള് മാഷൊന്നും പഠിക്കുന്ന കാലത്ത് കണക്ക് പുസ്തകം ഒരു മനുഷ്യന്റെ കുട്ടി വാങ്ങുന്നില്ല. അത് അങ്ങനത്തെ പുസ്തകം, ഒരു കട്ടിയുള്ള ഒരു ജാതി പുസ്തകം കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയതാണ്. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന പുസ്തകങ്ങൾ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ പുസ്തകമാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ സുഖമായിട്ട് നിങ്ങളോട് ഇങ്ങനെ വർത്തമാനം പറയാം. പുസ്തകം അങ്ങനെ പുസ്തകമാണ് നമ്മുടെ കണക്ക് പുസ്തകം. ട്രിഗണോമെട്രി ആയാലും ഇനി നമ്മൾ തൊടാത്തൊരു ചാപ്റ്ററുകൾ ഉള്ളത് വൃത്തങ്ങൾ, തൊടുവരകൾ എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. അതേപോലെ ജാമിതി, ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. ഇത്തരം ചാപ്റ്ററുകൾ നമുക്ക് സാധ്യത ബാലസംഘം കമ്മിറ്റി, ജില്ലാ കമ്മിറ്റിയോടൊന്ന് പറഞ്ഞു പോകട്ടെ, ഒരു ക്ലാസ്സിനും കൂടി സാധ്യത ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ ചാപ്റ്ററുകൾ ഡിസ്കസ് ചെയ്യാമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കണം. മാഷ ഫോൺ നമ്പർ ഒന്നും കൂടി മാഷ് പറയാം. നിങ്ങൾക്ക് അത് വായിച്ചു കഴിഞ്ഞും അതേപോലെ ഇപ്പൊ മാഷ ക്ലാസ് കഴിഞ്ഞും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വിളിച്ചോളൂ ധൈര്യമായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ്, സ്റ്റഡി സർക്കിൾ ഗ്രൂപ്പിലുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ചോദ്യങ്ങൾ എഴുതിയിട്ടുള്ളൂ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 47 840 887. പക്ഷെ പേര് വേണു എന്നാണ്. ഇനി വേറൊരു കാര്യം, ഈ ബോർഡിന്റെ അടിയിൽ എഴുതിയിട്ടത് ഞാൻ വായിച്ചിട്ടേ ഇല്ല. ഈ ബോർഡിന്റെ അടിയിൽ എഴുതിയിട്ടത് ഒന്നും കൂടി നിങ്ങൾ വായിക്കുക. കണക്ക് പഠിപ്പിക്കാനാവില്ല, പഠിക്കാനേ ആവൂ. ആർക്കും ആരെയും ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് ഞങ്ങൾക്ക് ഒന്ന് ചുരുക്കി, വിവേകാനന്ദൻ അത് പറഞ്ഞിട്ടില്ലേ, ഭാഷ പറഞ്ഞൊന്നല്ല. ആർക്കും ആരെയും ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല, പഠിക്കാനേ പറ്റൂ. മക്കളെ, നിങ്ങൾ പഠിക്കൂ. ഈ രാജ്യം ഒരു പ്രതിസന്ധി കൂടെ പോകുമ്പോഴും അതിനെ അതിജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും നിങ്ങളും നിങ്ങളുടെ പരീക്ഷയെ വളരെ സുഖമായിട്ട് യാതൊരു ബേജാറുകളും കൂടാതെ ഏറ്റവും നന്നായി സമീപിച്ച് നമ്മുടെ കഴിവിന്റെ പരമാവധിയിൽ നമ്മൾ എത്തും. നമ്മൾ ആരെയും തോൽപ്പിക്കാനല്ല പരീക്ഷ എഴുതുന്നത്, നമുക്ക് ജയിക്കാനാണ്. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ആരെയും തോൽപ്പിക്കാനല്ല, നമുക്ക് ജയിക്കാനാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ജയിക്കാനും ഉയർന്ന ഗ്രേഡുകൾ ക്ലാസ്സിൽ കിട്ടാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വിജയാശംസകൾ അഭിവാദിക്കുന്നു.